ഒരിക്കൽ നമ്മൾ ഈ ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ ഹിതം, നമ്മുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ, ഈ സ്റ്റബേൺ ക്യാരക്ടർ, ഈ മർക്കടമുഷ്ടി, ഈ പിടിവാശി, ഈ പ്രതികാര ചിന്ത, ഈ കോപിക്കുന്ന സ്വഭാവം, ഇതാണ് ഈ തിരശീല. ഇത് കീറിയാൽ, ഇത് നീ പരിശോധിച്ച് ഈ ഹൃദയത്തെ നീ വെളിപ്പെടുത്തി അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഈ തിരശീല ഒന്ന് കീറിയാൽ അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണത. ഈ ആനന്ദം അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഈ മർക്കടമുഷ്ടി നമ്മൾ കളയാത്തത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് കുറേ പാട്ടുപാടി പ്രാർത്ഥിച്ച് ഞായറാഴ്ച മാത്രം കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ തോന്നുന്ന പോലെ ജീവിക്കുന്നതല്ല. എല്ലാ ദിവസവും നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത്. ഇതാണ് സ്പിരിച്വാലിറ്റി. ഇല്ല എങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? മരിച്ചു ചെന്ന് കഴിയുമ്പോൾ പറയും, സത്യമായിട്ട് ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയും. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ഇത് കുറേ അച്ഛന്മാർക്കോ കുറേ സിസ്റ്റേഴ്സിനോ കുറേ അൽമാർക്കോ പ്രേക്ഷിതർക്കോ വേണ്ടി മാത്രം പറഞ്ഞതല്ല. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദിസ് ഈസ് കോൾഡ് ഡിസൈപ്പിൾഷിപ്പ്. ഇതാണ് ശിഷ്യത്വം. ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള വിളിയാണ്. ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള വിളിയാണ്. തന്നെ പരിത്യജിക്കുക, സെൽഫ് ഡിനയൽ. ഈ വില്ലുണ്ടല്ലോ, ഈ സ്റ്റബേൺ വിൽ, ഈ സെൽഫിഷ് വിൽ, നിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റിപ്പോകുന്ന, നിന്നെ ഒന്ന് ഞോണ്ടിയാൽ, നിന്നെ ഒരു വഴക്ക് കേട്ടാൽ, ഒരു പ്രശ്നമുണ്ടായാൽ പിന്നെ ഇരുന്ന് ഓങ്ങിക്കൊണ്ടിരിക്കുന്ന, തകർന്നു പോകുന്ന ഈ അവസ്ഥ ഉണ്ടല്ലോ, ഇതിന്റെ അർത്ഥം ഈ ഈഗോ, ഈ തിരശീല, ഇത് കീറണം. ഇത് കീറിയാലേ ആത്മീയതയിലേക്ക് പ്രവേശിക്കാം. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്പം കൂടി പക്വതയുള്ള, ആഴമുള്ള ഒരു ജീവിത ചിന്തയിലേക്ക് നമ്മളിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നൊരു വചനമുണ്ട്. നമ്മളെന്നും പാല് കുടിച്ച് LKG ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടവരല്ല. നമുക്ക് കുറേ കൂടി പക്വതയുള്ള, ആത്മീയ പക്വതയുള്ളവരായി വളരാൻ സാധിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ്, അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ബാലപാഠങ്ങൾ, പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട് വിശ്വാസത്തിൻ്റെ. അത് ദൈവവിശ്വാസം, മാമോദീസ, കൈവെപ്പ് അഥവാ പൗരോഹിത്യം, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി, ഇതൊക്കെയാണ് അടിസ്ഥാന വിഷയങ്ങൾ. അപ്പം ഇതെല്ലാം നമുക്കറിയാം. പൗലോസ് പറയാണ്, നമ്മൾ കുറേ കൂടി ആഴമുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. എന്നും നമ്മൾ LKGയിൽ പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ 10 വയസ്സായി, 12 വയസ്സായി, ആലോചിച്ച് നോക്കുക, 15 വയസ്സായി, ഇപ്പോഴും ആ പഴയ ടൈയും കെട്ടി ചെറിയ ഷൂവും ഇട്ട് ആ ബോട്ടിലും കൊണ്ട് നമ്മളിങ്ങനെ LKG UKG ക്ലാസ്സിൽ പഠിക്കുന്ന കണക്കെ നടന്നാൽ എന്ത് വൃത്തികേടായിരിക്കും അത്. അപ്പോൾ നമ്മൾ കുറേ കൂടി ആഴമുള്ളവരായി ഒരു PG ലെവലിൽ, PhD ലെവലിലേക്കൊക്കെ വളരണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ സന്ധ്യയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കുറേ കൂടി ആഴമുള്ള ഒരാത്മീയ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്, നമ്മൾ 2 തരത്തിലുള്ള ആളുകളാണ്. നമ്മുടെ ശരീരം, മനസ്സ്, അഥവാ നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്, ഇങ്ങനെ 2ആയിട്ടാണ് നമ്മളെ പലപ്പോഴും പലരും തിരിച്ചിട്ടുള്ളത്. നമുക്ക് ശരീരവുമുണ്ട്, ആത്മാവുമുണ്ട്. ശരീരം മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് സ്വർഗത്തിൽ പോകും. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ. എന്നാൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് ശരീരമുണ്ട്, നമുക്ക് മനസ്സുണ്ട്, നമുക്ക് ആത്മാവുമുണ്ട്. ഇതെവിടെയാണ് പഠിപ്പിക്കുന്നത്? തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 23-ാം തിരുവചനത്തിലാണ് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നത്. പലരും കരുതുന്നത് പോലെ
കാണപ്പെടുന്ന ഒരു ശരീരവും കാണപ്പെടാത്ത ഒരു ആത്മാവും കൊണ്ട് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേറൊരു അവസ്ഥയൂടെ ഉണ്ട്. ബൈബിൾ അത് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ മനസ്സിലാക്കാൻ ഒരല്പം പാഠം പഠിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം തിരുവചനം. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും, ഈ ജീവൻ എന്ന് പറയുന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് സൈക്കി എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾ. പലരും മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പറയാറുണ്ട്. എൻ്റെ അടുത്തൊരു ചേച്ചി ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, അച്ഛാ മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ് എന്നാണല്ലോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവല്ലേ. എന്നാൽ ബൈബിൾ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ സോൾ എന്ന് പറഞ്ഞാൽ, സൈക്കി എന്ന് പറഞ്ഞാൽ അത് ജീവനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്, മാനസിക അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ആത്മാവുണ്ട്, സ്പിരിറ്റ്, നമുക്ക് മനസ്സുണ്ട് അഥവാ സോൾ, 3 ശരീരം. അപ്പം ഇത് 3ഉം കൂടെ ചേരുന്നതാണ് മനുഷ്യൻ. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ബൈബിളിൽ ഈ വചനം ഇങ്ങനെയാണ് പറയുന്നത്: സമാധാനത്തിൻ്റെ ദൈവം നമ്മളുടെ ആത്മാവിനെയും ജീവനെയും അഥവാ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും അവികലമായി, ബ്ലെയിംലെസ്സായി, ഒരു കുറവുമില്ലാതെ, കുറ്റവും കാണാത്ത വിധം 2-ാം വരവിൽ സൂക്ഷിക്കട്ടെ. കർത്താവിൻ്റെ 2-ാം വരവിൽ നമ്മളുടെ ആത്മാവ് മാത്രമല്ല അവികലമായി ഒരു കുറവുമില്ലാത്തതായി കാണപ്പെടേണ്ടത് നമ്മളുടെ മനോവ്യാപാരങ്ങൾ, നമ്മളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ, വികാരങ്ങൾ, നമ്മളുടെ ഭാവനകൾ, നമ്മളുടെ ഓർമ്മകൾ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വൈകാരിക തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള ചില പ്രതിഭാസങ്ങളുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവനകൾ, നമ്മുടെ ഓർമ്മകൾ, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് എന്ത്? മനസ്സ്. ഇപ്പോൾ പൗലോസ് പറയാണ്, നമ്മുടെ ഈ മനസ്സും നമ്മുടെ ആത്മാവും പിന്നെ നമ്മുടെ ശരീരവും, ഇത് 3ഉം അവികലമായി ഒരു കുറവുമില്ലാത്തതായി കാണപ്പെടാൻ സമാധാനത്തിൻ്റെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം വളരെ ആഴമുള്ളതാണ്. നമ്മളതിലേക്ക് വേറൊരു അവസരത്തിൽ പ്രവേശിക്കാം. നമ്മുടെ വിഷയം നമ്മൾ ആത്മീയ പക്വത എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ ആത്മീയ ജീവിതത്തെ മനസ്സിലാക്കേണ്ടത്? ഇത് മനസ്സിലാക്കാൻ വീണ്ടും കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 14-15 വാക്യങ്ങളും 3-ാം അധ്യായം 1-ാം വാക്യവും വായിച്ചാൽ ഈ 3 മനുഷ്യരെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനിലെ ഈ 3 ഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഇതൊക്കെ കുറിച്ചെടുക്കുന്നതൊക്കെ നല്ലതാണ്, ഭാവിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തും. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളും 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും വായിക്കാമോ? ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. അതായത് ഇവിടെ 3 തരം മനുഷ്യരെ കുറിച്ച് പൗലോസ് ലീഹ പഠിപ്പിക്കുകയാണ്. 3 തരം മനുഷ്യർ. ഒന്നാമത്തെ മനുഷ്യൻ്റെ പ്രത്യേകത അത് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് വായിക്കാമോ? ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കില്ല. ലൗകിക മനുഷ്യനെ കുറിച്ചാണ്. നാച്ചുറൽ മാൻ. അതിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യമേ നമുക്ക് ജഡിക മനുഷ്യനെ കുറിച്ച് പറയാം. ജഡിക മനുഷ്യനെ കുറിച്ച് പറയുന്നത് 3-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്.
സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഒരു കാർണൽ മാൻ, അതായത് ഒരു ജഡിക മനുഷ്യൻ നമ്മളിലുണ്ട്. ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലാണ് അദ്ദേഹം. പാപം ചിന്തയിൽ വരും, പാപം പ്രവർത്തിക്കും, പാപത്തെക്കുറിച്ച് ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യും, പാപത്തിന് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വീണ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഒരു പാപം ചെയ്തു തരുമ്പം വേറൊരു പാപം കഴിയുമ്പോഴും വേറൊരു ഓടി വരും, അനുദപിക്കും, കുമ്പസാരിക്കും, പിന്നെയും പാപം ചെയ്യും. ഇങ്ങനെ ഒരു വട്ടത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ പാപം ഈ ജഡം ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. തഴക്കദോഷങ്ങളിൽപ്പെട്ട് കഴിയുന്ന ആളുകൾ. ഈ മനുഷ്യൻ്റെ പേരാണ് ജഡിക മനുഷ്യൻ. ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഇംഗിതങ്ങളെ, ഇച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സ്വയംഭോഗമാകാം, പ്രൊണോഗ്രഫി ആകാം, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായ ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ മദ്യമാകാം, ലഹരിയാകാം. ഇങ്ങനെ ഇത് ഈ ലോകത്തിൻ്റെ, ഈ ജഡത്തിൻ്റെ ചിന്തകളിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചാലും പിന്നെയും കിടക്കണം, പിന്നെ ഇതിൽ പെട്ടുപോകുന്ന ആളുകൾ. ഇതാണ് ജഡിക മനുഷ്യൻ. അവസാനം ഈ മനുഷ്യൻ സ്വയം തീരുമാനമെടുക്കും, എനിക്കിനി രക്ഷയില്ല, എനിക്കിതിനകത്തുനിന്നൊരു മോചനമില്ല. ഇത് കേൾക്കാനിരിക്കുകയാണ്. ആരാന്നറിയാം? പിശാച്. ഇത് കേട്ട് കഴിയുമ്പോൾ ചാടി വീണിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, വെൽ ഡൺ മൈ ബോയ്, ഇപ്പോഴാണ് നിനക്ക് ബോധം വന്നതെന്ന് പറയും, നിനക്ക് രക്ഷയില്ല. മത്തായി എത്ര ധ്യാനം കഴിഞ്ഞിട്ട് വന്നു, തൊമ്മൻ എത്ര ധ്യാനം കഴിഞ്ഞിട്ട് വന്നു, തെയ്യാമ്മ എത്ര തവണ. ഇപ്പം അവിടെ അവസ്ഥ ഉണ്ടോ? അവൻ്റെ അവസ്ഥ ഉണ്ടോ? നിന്നേക്കാൾ എന്തോരം പ്രാർത്ഥനയായിരുന്നു നടപ്പുണ്ട്. അപ്പം പിന്നെ നിന്റെ കാര്യമോ? രക്ഷയില്ല. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ സ്വയം ശപിച്ച് നിരാശപ്പെട്ട് കഴിയുന്ന അനേകരുണ്ട്. ഇവരെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്, ജഡിക മനുഷ്യൻ, ഇവൻ രക്ഷയില്ല എന്നൊരു നിരാശയിൽ കഴിയും. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മോചനമില്ലേ? മോചനമില്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് യാതൊരു വിലയുമില്ല. എന്താണ് ജസ്റ്റിഫിക്കേഷൻ? നീതീകരണം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇവൻ്റെ പാപം മോചിച്ചു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എനിക്കിപ്പോൾ 50 വയസ്സുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്നെ നീതീകരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവം മുൻപാകെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് 50 വർഷമായിട്ട് ഒരു ചെറിയ പാപം പോലും ചെയ്യാത്ത, ഒരു ചെറിയ മലിനത പോലും ഇല്ലാത്ത ഒരുവനായിട്ടാണ് ഞാൻ ഇപ്പോൾ ദൈവം മുമ്പാകെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് നേടിത്തന്ന നീതീകരണം. ഇത് നമ്മൾ വിശ്വസിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. പൗലോസ്ലീഹ അനേകരെ, സഭയെ പീഡിപ്പിച്ച് അനേകരെ തല്ലി വലിച്ചിഴച്ച് സ്ത്രീകളെയും കുട്ടികളെയും ജയിലിലാക്കി അനേകരെ ഇതിനിടയ്ക്ക് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഓർഡർ കൊടുത്ത് പലരും കൊന്നിട്ടുണ്ടാകും. സ്തേഫാനോസിന്റെ മരണം ഉൾപ്പെടെ പലതും നേരിട്ട് കണ്ട ആളാണ്. അതിനെല്ലാം കുടിപിടിച്ച് നിന്ന ആളിന്റെ പേരാണ് പൗലോസ്ലീഹ. യേശുക്രിസ്തുവിനെ അറിഞ്ഞു, അവന്റെ രക്തത്തിന്റെ വില അറിഞ്ഞു. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ അവൻ നീതീകരിക്കപ്പെട്ടു. ജ്ഞാനസ്നാനത്തിലൂടെ, അവന്റെ നെറുകയിൽ ഒഴിച്ച ഈ തൈലത്തിലൂടെ, ഈ വെള്ളത്തിലൂടെ അവനൊരു പുതിയ ജീവനിലേക്ക് വന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട്, ശ്രദ്ധിച്ചു കേൾക്കണം, ഈ പൗലോസ്ലീഹ സിനഗോഗിൽ പോയി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനൊരു കാഴ്ച കണ്ടു കാണും. പൗലോസ്ലീഹ കൊന്ന ഒരുവൻ്റെ അമ്മ ഇവിടെ വന്നിരിക്കുന്നു. നമ്മളായിരുന്നെങ്കിൽ കുറ്റബോധം കൊണ്ട് നമ്മൾ ആ പ്രസംഗം പൂർത്തിയാക്കൂ. പൗലോസ്ലീഹ വലിച്ചിഴച്ചു കൊന്ന, തലക്കടിച്ചു കൊന്ന ഒരുവന്റെ വിധവയായ ഭാര്യ അല്ലെങ്കിൽ അമ്മ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ അമ്മയോടാണ് പൗലോസ്ലീഹ ഈ പുസ്തകത്തിലെ സുവിശേഷം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ഈ കൊലപാതകത്തിന്റെ കുറ്റബോധം പേറിയിരുന്നിരുന്നെങ്കിൽ പൗലോസ്ലീഹയ്ക്ക് ഒരക്ഷരം ഈ പുസ്തകത്തിൽ പറയാൻ പറ്റുമായിരുന്നു. ഇതിന്റെ പേരാണ് നീതീകരണം. പൗലോസ്ലീഹ ധൈര്യത്തോടെ ദൈവത്തിന്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചത്, കുറ്റമറ്റ വിധം സാക്ഷ്യം വഹിച്ചത്
അദ്ദേഹം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഒരിറ്റ് കറ പോലും ഈ ഹൃദയത്തിലില്ല എന്ന വലിയ ഉൾക്കാഴ്ച ബോധ്യം. 7-ാം സ്വർഗം വരെ അദ്ദേഹത്തെ ദൈവം ഉയർത്തുന്ന ഒരു അഭിഷേകത്തിലേക്ക് ദൈവം ഉയർത്തുന്നത് ഈ ഒരു കുറ്റബോധ മനസ്സിൽ. ഇതാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള നീതീകരണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, നല്ലൊരു വിശുദ്ധ കുമ്പസാരം നടത്തിയാൽ ഈശോയുടെ ചുമലിലേക്ക് നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും എല്ലാം എടുത്തു വെച്ചാൽ he will blot out our sins. പാപങ്ങളെല്ലാം എടുത്തു മാറ്റപ്പെടുകയാണ്, പൂർണ്ണമായി കത്തിച്ചു കളയുകയാണ്. പക്ഷെ ജഡിക മനുഷ്യരെന്ത് ചെയ്യും? രക്ഷയില്ല. ഇത് കേൾക്കുമ്പോഴേ പിശാച് ചാടി വീണിട്ട് പറയും രക്ഷയില്ല, മെടുക്കൻ. ഇപ്പോഴാണ് അവന് ബോധം വീണെന്ന് പറയും. അങ്ങനെ നിരാശയിൽപ്പെട്ട് പാപത്തിനടിപ്പെട്ട് കഴിയുന്ന മരവിച്ചു പോകുന്ന ആളുകളുണ്ട്. അവരോട് സ്നേഹപൂർവ്വം ഈ സന്ധ്യയിൽ പറയാനുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ, നീ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. നിന്നെ വീണ്ടെടുത്ത യേശുവിന്റെ രക്തത്തിന്റെ വില നീ ചിന്തിക്കുന്നതിലും വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്, കാർണൽ മാൻ, ജഡിക മനുഷ്യൻ. പൗലോസ് പറയാണ്, ഇങ്ങനെയുള്ള ആളുകളോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. അവര് ചെറിയ പക്വത പ്രാപിക്കാത്തവരാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളാണ് അവർ. എന്നാൽ 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ 15-ാം തിരുവചനത്തിൽ വേറൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ കാർണൽ മാൻ അല്ല, ജഡിക മനുഷ്യനല്ല. അവന്റെ പേരാണ് ആത്മീയ മനുഷ്യൻ. ആത്മീയ മനുഷ്യൻ. വചനം വായിക്കാമോ? 1 കൊരിന്തോസ് 2-ാം അധ്യായം 15-ാം വാക്യം. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഇവരാണ് സ്പിരിച്വൽ മാൻ. സ്പിരിച്വൽ മാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സ് പോലും അറിയുന്ന ആളുകളുണ്ട്. എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയും. അവരുടെ മുൻപിലേക്ക് ഒരു കാര്യം വന്നാൽ, ഒരാൾ വന്നാൽ, ഇതേത് തരത്തിലുള്ള ആളാണ്, ഏത് സ്പിരിറ്റാണ് ഇത് നയിക്കുന്നത്, ബൈബിളിൻ്റെ പൊരുളെന്താണ്, ഈ പുസ്തകം എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ഇതെല്ലാം വിവേചിച്ചറിയാൻ ഉള്ള കഴിവ് കിട്ടിയ ആളിൻ്റെ പേരാണ് സ്പിരിച്വൽ മാൻ. സ്പിരിച്വൽ മാൻ. അവന് ബൈബിളിൻ്റെ മർമ്മങ്ങൾ അറിയാം. അവൻ LKG UKG അല്ല, അവനൊരു PhD ലെവലിലേക്ക് ഉയർന്ന ആളാണ്. അവന് കാര്യങ്ങളുടെ പൊരുളറിയാം. അവനെ പെട്ടെന്ന് ആർക്കും വീഴിക്കാൻ പറ്റില്ല. അവൻ പതിയെ വളർന്നവനാണ്. പണ്ടൊക്കെ വീണിട്ടുണ്ടാകും, പക്ഷേ അവനിപ്പോൾ വീഴിക്കാൻ പറ്റില്ല. എന്തെന്നറിയാമോ? അവൻ കാര്യങ്ങൾ വിവേചിച്ചറിയാൻ ജ്ഞാനം കിട്ടി. അവൻ എന്നും LKG ഇരുന്നവനല്ല, അവൻ പഠിച്ചു വളർന്നു, ക്ലാസ് കയറ്റം കിട്ടിയവനാണ്. അവൻ ഈ പുസ്തകം തുറന്നു. സ്നേഹമുള്ളവരെ, അവൻ ഈ പുസ്തകം പഠിച്ചു, ഇതിൻ്റെ മർമ്മം അറിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ തുടക്കത്തിൽ ഏദനിൽ പറയുന്ന 2 മരങ്ങളുണ്ട്, 2 വൃക്ഷങ്ങളുണ്ട്. ഒന്ന് നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം, 2 ജീവന്റെ വൃക്ഷം. ഈ ബൈബിൾ എടുത്താലും ഇത് തന്നെയാണ്. ഈ ബൈബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്മതിന്മകളെ കുറിച്ചുള്ള ഒരു അറിവിൻ്റെ വൃക്ഷമായി മാത്രം വെക്കാം. എന്ന് പറഞ്ഞാൽ യു വിൽ നോ വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ഈവിൾ. ശരി ഏത് തെറ്റേത് എന്ന് നീ അറിയും. പക്ഷേ ഈ അറിവിൻ്റെ ഒടുവിൽ നീ മരിക്കും. ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഞാൻ ഈ പറയുന്നത്. ബൈബിളിനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഏദൻ തോട്ടത്തിലെ 2 വൃക്ഷങ്ങളായിട്ട് എടുക്കാം. ചിലര് ഈ വൃക്ഷത്തെ ജീവന്റെ വൃക്ഷമായിട്ട് എടുക്കും. ഇറ്റ് ഗീവ്സ് ഹിം ലൈഫ്. എന്നാൽ ചിലർ ഇതെന്തെടുക്കുമെന്ന് അറിയാമോ? ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കും, അറിയും. ലോഗോസ് ക്വിസിന് പഠിച്ചു വെക്കും. ബൈബിൾ വചനങ്ങളെല്ലാം അറിയാം. അവർക്ക് പുതിയ കാര്യങ്ങൾ അറിയാനാണ് എപ്പോഴും താല്പര്യം. പുതിയ കാര്യങ്ങൾ അറിയാനാണ് എപ്പോഴും താല്പര്യം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പ്രത്യേകിച്ച് പൗലോസ് ലീഹ അങ്ങനെ ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ ആഥൻസിലെ ആളുകളാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾക്കകത്താണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ചില ആളുകളുടെ പ്രത്യേകത. ഇവര് ആത്മീയമായിട്ട് ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നവരല്ല. അവര് കുറെ അറിവ് കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടും. ബൈബിളിലെ കുറെ അറിവ്, ശരിയും തെറ്റും അറിഞ്ഞ് ഈ പ്രസംഗത്തിനകത്ത് എന്തെങ്കിലും പുതുമയുണ്ടോ, ഈ പുസ്തകത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കേൾക്കാനുണ്ടോ, ഇത് മനസ്സിന്റെ ഒരു കൗശലമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമായി മാത്രം അവർക്ക് മാറും. ഒടുവിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആദാമിന് സംഭവിച്ചത് സംഭവിക്കും,
മരിച്ചു. വായിക്കാമോ അങ്ങനെയുള്ള ടീമിനെ കുറിച്ച്? എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. ഒരു ബൈബിൾ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ, സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ, ധ്യാനം കേട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ ഇരിക്കും, ഉക്കൻ്റെ കണ്ണുമാട്ടെ. എന്തിനെന്ന് പറയാം? പുതിയ കാര്യങ്ങളെല്ലാം ഉണ്ട്, പുതിയത്, ഇതുവരെ കേൾക്കാത്ത കാര്യം. നിങ്ങൾക്കറിയാമോ ബൈബിൾ എന്തുകൊണ്ടാണ് 4 സുവിശേഷങ്ങൾ എഴുതി വെച്ചത്? ഒരു സുവിശേഷം പോരായിരുന്നോ? ദൈവത്തിൻ്റെ വഴി റെപ്പറ്റീഷൻ്റെ വഴിയാണ്, ആവർത്തനങ്ങളുടെ വഴിയാണ്. പ്രിയപ്പെട്ടവരെ, ലിഖിതങ്ങളായ പുസ്തകങ്ങളിലെല്ലാം ഒരേ കാര്യം മാത്രമാണ് ആവർത്തിച്ചിരിക്കുന്നത്: ദൈവഭയം, ജ്ഞാനം. എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും സോളമന്റെ ഉത്തമഗീതത്തിലും പ്രഭാഷകന്റെ പുസ്തകത്തിലും സദൃശവാക്യങ്ങളിലും സഭാപ്രസംഗങ്ങളിലും ജ്ഞാനത്തിന്റെ പുസ്തകത്തിലും എല്ലാം പിന്നെയും 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 ഈ ജ്ഞാനത്തെക്കുറിച്ച് മാത്രം പറയുന്നത്, ദൈവഭയത്തെക്കുറിച്ച് മാത്രം പറയുന്നത്? ഇതാണ് ദൈവത്തിൻ്റെ വഴി. ദൈവം കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിക്കും. കാരണം ദൈവം പുതുമകൾ തേടിപ്പോകുന്ന ദൈവമല്ല, മറിച്ച് സത്യം നിന്റെ ഹൃദയത്തിൽ ഉറയ്ക്കണം. ഇതാണ് ദൈവത്തിന്റെ വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ച് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഈ സത്യം അറിയും, സത്യം നിന്നെ സ്വതന്ത്രമാക്കും. ഈ ആഥൻസുകാരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇങ്ങനെ ചില ആളുകളുണ്ട്. ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ. അവർക്ക് ചില അറിവ് കിട്ടണം. ഇതുവരെ വായിക്കാത്ത വചനം എവിടെയുണ്ട്? ഇതുവരെ കിട്ടാത്തൊരു വചനം, അത് കാണാപ്പാഠം പഠിക്കും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴി അറിവ് കിട്ടുക എന്നുള്ളതല്ല, നിനക്ക് ജീവൻ കിട്ടുക എന്നുള്ളതാണ്. ഈ ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആത്മീയ മനുഷ്യൻ അവൻ അറിവിന് വേണ്ടിയിട്ടല്ല ഈ പുസ്തകം തുറക്കുന്നത്, മറിച്ച് ജീവന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ആത്മീയ മനുഷ്യന് എല്ലാ കാര്യങ്ങളും വെളിപാട് കിട്ടും, വിസ്ഡം ഓഫ് ഗാഡ്, ജ്ഞാനം കിട്ടും. എന്നാൽ മൂന്നാമതൊരാൾക്കുണ്ട്. ഈ മൂന്നാമത്തെ ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ തന്നെ ഒരു സാധ്യതയാണ്. 1 ജഡിക മനുഷ്യൻ, 2 ആത്മീയ മനുഷ്യൻ. ജഡത്തിൽ സ്വാധീനിക്കപ്പെടുന്ന ആളുകൾ ജഡികൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ ആത്മീയൻ. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വേറെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ ആളിനെക്കുറിച്ചാണ് ഇന്നത്തെ പാഠം. ഇതിനെക്കുറിച്ചൊരു ശ്രദ്ധ നമുക്കുണ്ടായാൽ എന്താണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാകും. ഈ മനുഷ്യൻ്റെ പേരാണ് ലൗകിക മനുഷ്യൻ, നാച്ചുറൽ മാൻ, ധാർമ്മിക മനുഷ്യൻ. ഈ മനുഷ്യൻ ആത്മീയനാണെന്ന് തോന്നും. ശ്രദ്ധിച്ചു കേട്ടാലേ മനസ്സിലാവും. ഈ ലൗകിക മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ മനുഷ്യന് ആത്മീയനാണെന്ന് തോന്നും, പക്ഷേ ഈ മനുഷ്യൻ ഒരു ഇൻ്റലക്ച്വൽ മാനാണ്. ഈ മനുഷ്യൻ നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ നല്ലൊരു സ്വഭാവമുള്ള മനുഷ്യനാണ്, നല്ല ക്യാരക്ടറാണ്. ഈ മനുഷ്യൻ പാവങ്ങളെയൊക്കെ സഹായിക്കും. ഈ മനുഷ്യൻ പള്ളിയിൽ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുക, സ്തോത്രകാഴ്ച ഇടുക, വേണ്ടുന്ന കാര്യങ്ങൾക്ക് വികാരി അച്ഛന്മാർക്ക് ഭക്ഷണമൊക്കെ വേണമെന്ന് വീട്ടിൽ കൊണ്ടു കൊടുക്കും, മേടയിൽ കൊണ്ടു കൊടുക്കും. അത്ര എല്ലാ കാര്യങ്ങളും ഈ മനുഷ്യൻ സ്പിരിച്വലാണെന്ന് തോന്നും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. വ്യക്തിത്വമാണ് ഈ മനുഷ്യനെ നയിക്കുന്നത്. ഈ മനുഷ്യൻ തന്നെ തെറ്റിദ്ധരിക്കും ഇയാൾ വളരെ സ്പിരിച്വലാണ്. ബൈബിൾ പറയുകയാണെന്നോ, ഈ മനുഷ്യനിട്ട പേരാണ് ബൈബിളിൽ ലൗകിക മനുഷ്യൻ. ഇയാൾ പാപം ചെയ്തില്ല, ഇയാൾ 10 പ്രമാണം തെറ്റിക്കില്ല. ഈ ജഡികൻ്റെ കൂട്ടൊന്നുമല്ല. ഈ ജഡിക മനുഷ്യൻ തഴക്കദോഷങ്ങളിൽപ്പെട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന പിന്നെയും പിന്നെയും പോയി കരഞ്ഞ് കുമ്പസാരിക്കും, അതൊന്നുമില്ല. ഈ മനുഷ്യൻ അങ്ങനെയൊന്നും കുമ്പസാരിക്കില്ല. കാരണം എന്താ? ഈ മനുഷ്യന് അങ്ങനെ പാപമൊന്നുമില്ല. 10 പ്രമാണം കൃത്യമായി അനുസരിക്കുന്ന ആളിൻ്റെ പേരാണ് ഈ ലൗകിക മനുഷ്യൻ, ലോകത്തിൻ്റെ മനുഷ്യൻ. അങ്ങനെ ചില ആളുകളുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലേ? നല്ല മനുഷ്യരാണ്, നല്ല പേഴ്സണാലിറ്റിയാണ്. തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെയുള്ളവർ ആത്മീയരാണെന്ന്. നിങ്ങൾക്കറിയാമോ, ഈശോ, അവർക്ക് ബൈബിൾ അറിയാമായിരിക്കാം, അറിവുണ്ടവർക്ക്, ജ്ഞാനമുണ്ട്, അവർക്ക് ബൈബിളിനെ കുറിച്ചുള്ള ചില പിടുത്തമുണ്ട്, ബോധ്യങ്ങളുണ്ട്. ഈശോയുടെ കാലത്ത് നിങ്ങൾക്കറിയാമോ, ഈ പുസ്തകത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ഈശോയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഫരീസയരും നിയമജ്ഞരും ഈ പുസ്തകം അക്ഷരശ പഠിച്ചവരാണ്, അക്ഷരം പ്രതി പഠിച്ചവരാണ്. പക്ഷേ ഈശോ സിനഗോഗിൽ വന്നപ്പോൾ, ഈശോ
ജെറുസലേമിൽ വന്നപ്പോൾ അവർ അവനെ ബേൽസബൂൽ എന്ന് വിളിച്ചു. ഈ മനുഷ്യർക്ക് ജ്ഞാനമുണ്ട്, എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട്, പക്ഷേ യഥാർത്ഥ ഈശോയെ കണ്ടുമുട്ടാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. അവർ കരുതും അവർ സ്പിരിച്വൽ ആണെന്ന്. ഇതാണ് ഫരീസയരുടെയും നിയമജ്ഞരുടെയും അവസ്ഥ. They pretend to be spiritual. ഈശോ അവരുടെ ഈ കപടതയാണ് ഈശോ ഉരിഞ്ഞു മാറ്റുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ 3 സാധ്യതകളാണിത്. നമ്മളിൽ ആത്മീയ മനുഷ്യനുണ്ട്, നമ്മളിൽ ജഡിക മനുഷ്യനുണ്ട്, നമ്മളിൽ ഒരു സോളിഷ് മാനുണ്ട്, ഒരു ധാർമ്മിക മനുഷ്യൻ, ലൗകിക മനുഷ്യൻ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ ഈ സോളിഷ് മാനിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ മാനസിക തലത്തിലെ വികാരങ്ങൾ, ചിന്തകൾ, തീരുമാനങ്ങൾ, ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, ഇതൊക്കെയാണ് ആത്മീയത എന്ന് തെറ്റിദ്ധരിച്ച് ഇളകി വശായി ജീവിക്കുന്ന ആളുകളുണ്ട്. പള്ളിയിൽ വന്ന് ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ ഒരു കരച്ചിൽ തോന്നും, ഒരു ഫീലിംഗ് തോന്നും, ഒരു ദർശനം തോന്നും. നമ്മൾ കരുതും സ്പിരിച്വൽ, ഹൈലി സ്പിരിച്വൽ. ദിസ് ഈസ് സോളിഷ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കണം. ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇത് തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഈ മനസ്സിനെയും ആത്മാവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വിരിയുണ്ട്, ഒരു കർട്ടൻ, തിരശീല. ഇവിടേക്ക് ഇറങ്ങും. എവിടെ പറഞ്ഞു? ബൈബിളിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം ഈ 3 മേഖലകളിലേക്കും ഇഴുകി ഇറങ്ങും. എബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിലാണത് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ, ഈ സ്ക്രിപ്ചർ, ഇത് വളരെ വ്യക്തമായി നാം അറിഞ്ഞാൽ, ഈ വചനം, ജീവദായകമായ വചനം, ദൈവത്തിൻ്റെ വചനം നാം വായിച്ചാൽ, അറിഞ്ഞാൽ കൃത്യമായി ഈ സോളിഷ് മാനിനെ കുറിച്ചും ഈ സ്പിരിച്വൽ മാനിനെ കുറിച്ചുമുള്ള വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് കിട്ടും. ഇതിനിടയിലൂടെ ഈ വചനം തുളച്ചു കയറും. അതാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഹെബ്രായർ 4:12 വായിക്കാം. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇതാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം, പ്രിയപ്പെട്ടവരെ, ഈ വചനം മാത്രമേ നമുക്ക് എന്താണ് നമ്മുടെ വൈകാരിക ലോകം, വൈകാരികമായ നമ്മുടെ ജീവിതം, എന്താണ് ആത്മീയ ജീവിതം, എന്താണ് ജഡിക ജീവിതമെന്ന് കൃത്യമായി വേർതിരിച്ച് പറയുകയുള്ളൂ. ഇത് നമ്മുടെ ചേതന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനിൽ, നമ്മുടെ സോൾ, നമ്മുടെ വികാരങ്ങളിൽ ഈ വചനം ഇറങ്ങും, തുളച്ചു കയറും. ഈ വചനം നമ്മുടെ ആത്മാവിൽ തുളച്ചു കയറും. ഈ വചനം നമ്മളുടെ സന്ധിബന്ധങ്ങളിലും മജ്ജയിലും, ബോഡി, ഇതിൽ തുളച്ചു കയറും. അതുകൊണ്ടാണ് ഈ പുസ്തകം നമ്മൾ ഗൗരവത്തോടെ എടുക്കണമെന്ന് പറയും. ഈ പുസ്തകം നമ്മളെ തുളച്ചു കയറുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സാക്ഷിയെ, വികാരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇത് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ലൗകിക മനുഷ്യനായി, കുഴപ്പമൊന്നുമില്ലാത്ത ആളായിട്ട് ഇങ്ങനെ നടക്കും. ബൈബിൾ സുന്ദരമായി എന്താണ് ഒരു സഭ എന്താണെന്നതിനെ കുറിച്ച് ബൈബിൾ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സഭയുടെയൊക്കെ ഒരു പ്രത്യേകത, നമ്മൾ കുറേ ധ്യാനങ്ങളൊക്കെ കൂടി നമ്മുടെ പള്ളികളിൽ കുറേ വചനങ്ങൾ കേട്ട് നമ്മൾ ഇപ്പോൾ പല ആളുകൾക്കും പല കൺഫ്യൂഷനാണ്. എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി? ക്രിസ്തീയ ജീവിതം എന്താണ്? ആത്മീയ ജീവിതം എന്താണ്? പൗലോസ്ലീഹ ഇങ്ങനെ കോറിന്തോസിലെ സഭയൊക്കെ സ്ഥാപിച്ചതിന് ശേഷം ആ സഭയിലെ ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ ആ പള്ളിയിലെ ആളുകൾ ഭയങ്കര പ്രാർത്ഥിച്ച് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ആരാണ്ട് പറഞ്ഞു, ഇങ്ങനെ ഭാഷാപരം പ്രാർത്ഥിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല, തലയിൽ കയറുന്നില്ല, അതുകൊണ്ട് ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വാ വിളിച്ച് നിൽക്കാമെന്നു. പൗലോസ്ലീഹ പറഞ്ഞു, ഇത് വെളിയിൽ നിന്ന് വന്ന ഒരാൾ കേട്ടാൽ നമ്മുടെ സഭയ്ക്ക് ഭ്രാന്താണെന്നേ മനസ്സിലാക്കുന്നു. ഭ്രാന്താണ്. അതാണ് കൊറിന്തോസിലെ 1-ാം സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 23 മുതലുള്ള 23-24 വാക്യങ്ങൾ വായിക്കാം. നല്ലൊരു വചനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ആത്മീയത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കരുതും നമ്മുടെ സഭയിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പോവുകയാണ്. പുറത്തുനിന്ന് വന്ന ഒരാൾ നോക്കിയിട്ട് ഈ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല, പുറത്തു വന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ കുറേ പേര് ഇങ്ങനെ ഭാഷാവൃത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഭാഷാപരം അവിടുത്തെ സഭയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ സഭയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സഭയിൽ ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും കൂടെ വന്നു കൂടി ഇരുന്നിട്ട് നമ്മളിങ്ങനെ വിശുദ്ധ കുർബാന ചൊല്ലിക്കാണുക. നോക്കുമ്പോൾ വെളിയിൽ വന്ന് നോക്കുമ്പോഴത്തേന് കുറേ പേരിങ്ങനെ എന്താണ്ടൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട്. സുറിയാനി പാടുന്നുണ്ട്, മലയാളം പാടുന്നുണ്ട്, ഇങ്ങനെ കുറേ പാടി 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 ഇങ്ങനെ പോവാണ്. ഒന്നും മനസ്സിലാകുന്നില്ല, പഴയ ലിപികളുമാണ്. അപ്പോൾ പൗലോസ് പറയാണ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് ഭ്രാന്താണെന്നല്ലേ അവർ പറയൂ. ഇതെന്തുന്നത്? ഇങ്ങനെ വിശുദ്ധ കുർബാനയൊക്കെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഇതൊക്കെ വട്ടല്, ഇങ്ങനെയൊക്കെ പറയും ആളുകൾ. അവർക്കൊന്നും മനസ്സിലാകില്ല. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പൗലോസ് പറയാണ് ഇത് വേണ്ടെന്നല്ല, ഇത് വേണം. പൗലോസ് പറയുകയാണ്, ഞാൻ തന്നെ ഭാഷാപരത്തിൽ നന്നായി സംസാരിക്കും, ദൈവത്തോട് സംസാരിക്കും. ഭാഷാപരത്തിലൂടെ എല്ലാ വരങ്ങളുടെയും വാതിലാണ് ഭാഷാപരം. ഭാഷാപരത്തിൽ സംസാരിക്കണം. വിശുദ്ധ കുർബാന വേണം, ആരാധന വേണം, പ്രാർത്ഥനകൾ വേണം, സുറിയാനി ഭാഷ വേണം. നമ്മുടെ ആരാധനാക്രമങ്ങൾ വളരെ സുന്ദരമാണ്, അതെല്ലാം വേണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, സ്പിരിച്വാലിറ്റി എന്താണ് എന്ന്, ആത്മീയത എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുകയാണ്. എല്ലാവരും പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും, ശ്രദ്ധിച്ചു കേൾക്കണം, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും. ഇതാണ് സ്പിരിച്വാലിറ്റി. സ്നേഹമുള്ളവരെ, പുറത്തെ കുറെ ആചാരങ്ങളല്ല സ്പിരിച്വാലിറ്റി. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, എന്തിനാണ് ഈ പള്ളി, എന്തിനാണ് ആരാധന, എന്തിനാണ് ഈ സുവിശേഷ പ്രസംഗം? തന്നെ തന്നെ പരിശോധിക്കാൻ, തന്നെ തന്നെ വിധിക്കാൻ, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കുമ്പസാരിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മാനസാന്തരത്തിന്റെ സ്പേസ് ആണ് ഈ പള്ളി, സഭ. ഇത് നടക്കുന്നില്ലെങ്കിൽ, ഈ മാനസാന്തരം നടക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആളുകൾ പറയും ഭ്രാന്താണ്, ഭ്രാന്താണ്, സഭയിലെ വട്ടുകൾ കൂടി എന്ന് പറയും. ഇത് കണ്ടിട്ടാണ് ആളുകൾ നോക്കുമ്പോൾ എല്ലായിടത്തും പെരുന്നാൾ ഭയങ്കര ബഹളം, വട്ടാണെന്ന് പറയും. എന്നാൽ ദൈവത്തിന്റെ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അത് തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനുമുള്ള സ്പേസാണ്. അപ്പോൾ ഈ അവിശ്വാസി ഇത് കണ്ടിട്ട്, ഈ മാനസാന്തരങ്ങൾ കണ്ടിട്ട് ഈ അവിശ്വാസി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവൻ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. അവൻ ആ കുർബാനയ്ക്ക് വന്ന് നിൽക്കും, ദൈവത്തെ ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനസാന്തരം, നമ്മളുടെ ഈ ഹൃദയ പരിശോധന, ആത്മശോധനയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ വിശുദ്ധ കുർബാനയ്ക്ക് എത്തിക്കുന്നത്, ആരാധനയ്ക്ക് എത്തിക്കുന്നത്. അവൻ ദൈവത്തെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ആരാധിക്കുവാനും ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് അവൻ പോയി പ്രഖ്യാപിക്കും, അവൻ സാക്ഷ്യമാകും. മറിച്ച് നമുക്കൊരു മാനസാന്തരം സംഭവിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതം തളർന്നു പോകും. സഭയെക്കുറിച്ചുള്ള സ്വപ്നം, ദൈവത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ഇടം, ആത്മാവിനെ ശോധന ചെയ്യുന്ന ഇടം, നന്നായി ഒന്ന് കുമ്പസാരിക്കാൻ ദൈവം നിന്നെ ക്ഷണിക്കുന്ന ഇടമാണ് സഭ. വലതുകരമർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ഈ സോളിഷ് ലൈഫ് അഥവാ നമ്മുടെ ലൗകിക ജീവിതം, അഥവാ ധാർമ്മിക മനുഷ്യൻ, നമ്മുടെ ആത്മീയ മനുഷ്യൻ, നമ്മുടെ ജഡിക മനുഷ്യൻ, നമ്മുടെ ലൗകിക മനുഷ്യൻ, നമ്മുടെ ആത്മീയ മനുഷ്യൻ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു മാതൃകയൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആരാധന പൂർത്തിയാക്കുക. നമുക്കറിയാം, ബൈബിളിൽ പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 15ഓളം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രതീകമുണ്ട്, ഒരു സിംബോളിസം. അതിൻ്റെ പേരാണ് സമാഗമ കൂടാരം. നമ്മുടെ ആത്മീയതയാണ് വിഷയം, നമ്മുടെ ആത്മീയ ജീവിതമാണ് വിഷയം. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 15ഓളം അധ്യായങ്ങളിൽ സൂചന നൽകി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന ഒരു പ്രതീകമാണ് സമാഗമ കൂടാരം. ഈ സമാഗമ കൂടാരത്തിന് പിന്നീട് പുതിയ നിയമത്തിലും പ്രാധാന്യമുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായത്തിൽ ഈ സമാഗമ കൂടാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇത്രമേൽ ഈ പുസ്തകത്തിൽ സമാഗമ കൂടാരത്തെക്കുറിച്ച് എഴുതി വെച്ചത്? പഴയ നിയമത്തിൻ്റെ മാത്രമല്ല, പുതിയ നിയമത്തിൻ്റെയും ഒരു പ്രതീകമായി എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചത്? കാരണം ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതവുമായി വളരെ ഇഴുകിച്ചേർന്നതാണ്. നമ്മുടെ ജീവിതം, ഞാൻ ഈ പറഞ്ഞ നമ്മളുടെ ആത്മാവ്, നമ്മളുടെ
മനസ്സ് അഥവാ ചേതന, നമ്മുടെ ശരീരം. ഈ 3 തലങ്ങളുടെ ഒരു സിംബോളിസമാണ്, പ്രതീകമാണ് ഈ സമാഗമ കൂടാരം. നമുക്കറിയാം, പഴയ നിയമത്തിലെ സമാഗമ കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് പുറത്തെ പ്രാകാരം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്ത് ചുറ്റുവട്ടം, അവിടെയാണ് യഥാർത്ഥത്തിൽ പുറത്ത് ആളുകൾക്ക് വന്ന് നിൽക്കാൻ സാധിക്കുന്നത്. അതെല്ലാവർക്കും കാണാം. ഒരു മുറ്റമാണ്. അവിടെയാണ് ബലിയർപ്പണങ്ങൾ നടക്കുക, കാഴ്ചകൾ കൊണ്ടുവരിക. അവിടെ ആ ബലിപീഠത്തിൻ്റെ അടിയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ഒരു അരുവി ഒഴുകുന്നുണ്ട്. അവിടെയാണ് കഴുകലുകൾ നടക്കുക, അവിടെയാണ് ബലിയർപ്പണങ്ങൾ നടക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഫിസിക്കൽ റെലം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഇതുപോലെ ഒരു പുറത്തെ പ്രാകാരമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ ആരാധനയ്ക്ക് വന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ബിപിൻ ബ്രദർ ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അറിയാതെ കരങ്ങൾ ഉയർത്തി. ഈ കരങ്ങൾ ഉയർത്തുന്നത് ഒരു ഫിസിക്കൽ പ്രസൻസാണ്. നിങ്ങളുടെ ആരാധനയുടെ ഒരു ഫിസിക്കൽ റലം, ഒരു ശാരീരിക തലം. കരങ്ങൾ ഉയർത്തുക, സ്വരമുയർത്തി പ്രാർത്ഥിക്കുക, അങ്ങോട്ടൊന്നാടുക, ഇങ്ങോട്ടൊന്നാടുക, കൈയടിക്കുക. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധനയുടെ പുറത്തെ പ്രാകാരങ്ങളാണ്. പുറത്തെ പ്രാകാരം എന്ന് പറഞ്ഞാൽ വിസിബിളാണ്, എല്ലാവർക്കും കാണാം. ഇത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും, ഓ ആളെന്നാ സ്പിരിച്വലാ, എന്നാ പാട്ട, എന്നാ കയ്യടിയാ, എന്നാ ചാട്ടമാ. അപ്പോൾ നമ്മൾ വിചാരിക്കും ആൾ എത്ര നേരം മുട്ടുകുത്തി നീങ്ങണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കണ്ടിട്ട് പുറത്തെ പ്രാകാരം. സ്നേഹമുള്ളവരെ, ഈ സമാഗമ കൂടാരത്തിൽ പക്ഷേ ദൈവം എഴുന്നള്ളി വരുന്നത് ഈ പുറത്തെ പ്രാകാരത്തിലല്ല. ദൈവം എഴുന്നള്ളി വരുന്നത്, മേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത് കെരൂബുകളുടെ മധ്യേ ഉള്ള ഈ കൃപാസനത്തിലേക്കാണ്. അതെവിടെ ആയിരിക്കുന്നതെന്നറിയാമോ? അത് 1-ാം വിരിക്കകത്തുമല്ല, 2-ാം വിരിക്കകത്ത്, തിരശ്ശീലയ്ക്കുള്ളിൽ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് യഹൂദൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് അതിവിശുദ്ധ സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മമണ്ഡലം, ആത്മീയ മണ്ഡലം. ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കണം. നമ്മുടെ പുറത്തെ പ്രാകാരത്തിൽ നാം കാട്ടിക്കൂട്ടുന്ന ചില ക്രിയകളല്ല നമ്മുടെ സ്പിരിച്വാലിറ്റി. അപ്പൊ ചിന്തിച്ചേക്കാം, ഇതിനകത്ത് 1-ാം വിരിക്കകം വിശുദ്ധ സ്ഥലമാണ്. ദാറ്റ് സ്പേസ് ഈസ് കോൾഡ് യുവർ സോൾ. അവിടെയാണ് നിന്റെ വികാരങ്ങൾ, അവിടെയാണ് നിന്റെ ഇച്ഛാശക്തി, അവിടെയാണ് നിന്റെ ഭാവനകൾ, അവിടെയാണ് നിന്റെ ചിന്താഗതികൾ, അവിടെയാണ് നിന്റെ ഓർമ്മ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമാണത്. വിശുദ്ധ സ്ഥലമാണ്. അവിടെയാണ് പുരോഹിതരുണ്ട്, അവിടെ ബന്ധങ്ങളുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, കൈവെപ്പുണ്ട്, അവിടെ പ്രത്യേകമായിട്ടുള്ള ഇൻസെൻസിങ് ഉണ്ട്, ധൂപം ഉയരുന്നുണ്ട്. ഈ സുഗന്ധമൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും സ്പിരിച്വലാണ്. അതാണ് ആരാധനയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, കണ്ണ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ സ്പിരിച്വൽ. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റി, കുറെ കരയാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ദാറ്റ്സ് ഓൺലി എ സോളിഷ് റെലം. അത് വിശുദ്ധ സ്ഥലമാണ്. പക്ഷേ അതാർക്കും കാണാൻ പറ്റുന്നില്ല. അത് മുറ്റമല്ല, അകത്താണ്, വിരിക്കകത്താണ്. പക്ഷേ ദൈവം അവിടെ ഇറങ്ങി വരുന്നില്ല. ബൈബിളിൽ നാം ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ചിന്തയാണിത്. ഇത് മനസ്സിലാക്കാൻ സ്നേഹമുള്ളവരെ, ഹെബ്രായർക്കുള്ള ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുവചനത്തിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഈ സോളിനെയും സ്പിരിറ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വിരിയുണ്ട്. വിരി, എ വെയിൽ, ഒരു തിരശ്ശീല. പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചു കേൾക്കാം, പഴയ നിയമത്തിൽ ആളുകൾക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. ഹെബ്രായർക്കുള്ള ലേഖനം നാം പഠിക്കേണ്ടത് എങ്ങനെയാണ്? പഴയ നിയമത്തിൽ അതിന് സാധിച്ചില്ല. കാരണം പഴയ നിയമത്തിൽ ഈ വിരി ഇങ്ങനെ മറച്ചിട്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും ഒരു മനുഷ്യനും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പ്രധാന പുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ മാത്രം. അതൊരു സൂചനയാണ്, വലിയ പ്രധാന പുരോഹിതൻ വരാനിരിക്കുന്നു എന്നതിന്റെ സൂചന. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സൂചന തന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ല പഴയ നിയമത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവുള്ള ആളുകളെ കാണാൻ പറ്റും. പക്ഷേ the Holy Spirit was upon them.
സാംസന്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു, ഏലിയായുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു, എലീശായുടെ മേൽ ഏലിയായുടെ അങ്കി വീണപ്പോ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദ ഹോളി സ്പിരിറ്റ് ഈസ് വിതിൻ നിന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ്. എങ്ങനെ സാധിച്ചെന്നറിയാമോ? ഈ തിരശീല കീറി. എപ്പോ ദൈവപുത്രൻ കാൽവറിയുടെ നെറുകയിൽ മരിച്ചപ്പോ ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറി. അതാണ് ഹെബ്രായർ 10:20 എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ആത്മീയനാകുന്നുണ്ടെങ്കിൽ അത് പുതിയ നിയമത്തിൽ മാത്രമേ പറ്റൂ. അതെന്താ? നമ്മെ കൂടാതെ ശ്രേഷ്ഠമായ ഈ വിളി അവർക്കൊന്നും ഉണ്ടാകരുതെന്ന് ദൈവം മുന്നമേ ആഗ്രഹിച്ചു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് വി ക്യാൻ എൻറ്റർ ഇൻ ടു അവർ സ്പിരിറ്റ്. യഥാർത്ഥ ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മിൽ പലരും ഈ ലൗകിക ലോകത്ത് ഈ നല്ല മനുഷ്യരായി മാത്രം അങ്ങ് ജീവിക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന വികാരത്തള്ളലും ഇവിടെ ഉണ്ടാകുന്ന ഓർമ്മകളും ചില തീരുമാനങ്ങളും ഒക്കെയാണ്, ചില ഭാവനകളും ഒക്കെയാണ് ആത്മീയത എന്ന് കരുതി തെറ്റിദ്ധരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ചില തിരയിളക്കങ്ങൾ, ചില കണ്ണുനീരുകൾ, ചില നിലവിളികൾ, ചില ഫീലിങ്സ്. നോ. എപ്പോ മനസ്സിലാകാമെന്നറിയാമോ? അതല്ല ആത്മീയതയെന്ന്. വീട്ടിൽ ചെന്ന് ആരെങ്കിലും നമുക്ക് ഇട്ടെന്ന് ഞോണ്ടിയാൽ, നമ്മുടെ സൽപ്പേരിനിട്ട് ആരെങ്കിലും ഒന്ന് തോണ്ടിയാൽ, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന, കോപിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ തീർന്നു നമ്മുടെ ആത്മീയത, തീർന്നു നമ്മുടെ പ്രാർത്ഥന. പിന്നെ മടുപ്പായി, മന്ദതയായി. കാരണം എന്താണെന്നറിയാമോ? ഈ വിരി കിടക്കുകയാണ്. ഈ വിരിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകൂ. ഈ വിരിയുടെ പേരാണ് ഒരു സ്റ്റബേൺ വിൽ. നമ്മുടെ ഉള്ളിലെ ഒരു കിരാതമായ ഒരു മൂർഖ സ്വഭാവമുണ്ട്, ഒരു സെൽഫിഷ് വിൽ. ഇതെല്ലാം മനുഷ്യനിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ചോദിച്ചൊക്കെ ഈശോയ്ക്കുണ്ടായിരുന്നോ? ഈശോയ്ക്കും ഉണ്ടായിരുന്നു. ഈശോയ്ക്കും ഇങ്ങനെ ഒരു വിരി ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് അവൻ അപ്പായോട് ആ മൽപ്പിടുത്തം നടത്തുകയില്ലായിരുന്നു. അപ്പ പറഞ്ഞു, മോനെ, എൻ്റെ ഇഷ്ടം ഇതാ, ഈ കാസ നീ കുടിക്കണം. അപ്പൻ്റെ മുമ്പിൽ മകൻ എന്താ പറഞ്ഞത്? അപ്പ കഴിയുമെങ്കിൽ നിന്റെ ഈ ഹിതം മാറട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? ഈ അപ്പന് വിരുദ്ധമായ ഒരു ഹിതം ആർക്കുണ്ടായിരുന്നു? ഈശോയ്ക്കുണ്ടായിരുന്നു. ഇല്ല എങ്കിൽ അവൻ മനുഷ്യനാകില്ല. ഇല്ല എങ്കിൽ അവൻ എന്നെ രക്ഷിക്കില്ല. ഇല്ല എങ്കിൽ അവന് പ്രലോഭനം ഉണ്ടാകില്ലായിരുന്നു. അവൻ പ്രലോഭനത്തിന് അടിപ്പെട്ടു, പക്ഷേ അവൻ പാപത്തിൽ വീണില്ല. അവൻ പ്രലോഭിതനായി. അവൻ കണ്ണുനീരോടും വേദനയോടും ജീവിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? എല്ലാ മനുഷ്യനിലുമുള്ള ഒരു ഹിതം, ഒരു ഇഷ്ടം, ദൈവഹിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇഷ്ടം, സ്വന്തം ഇഷ്ടം എല്ലാ മനുഷ്യരിലുമുണ്ട്. ഈ ഇഷ്ടത്തിന്റെ പേരാണ് തിരശീല. ഇത് അവൻ ജനിച്ച നാൾ മുതൽ മരണം വരെ അപ്പന്റെ ഇഷ്ടത്തിന് അടിയറവ് വെച്ചു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനം പറയുന്നത്. ആ വചനം പഠിക്കുന്നത് നല്ലതാണ്. എന്തിനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്നാരേലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, ബയോഗ്രഫി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പലരും പറയും ഈശോ വന്ന് പാപം മോചിക്കാനാണ്, കുരിശിൽ മരിക്കാനാണ്, രക്ഷിക്കാനാണ്. ശരിയാണ്. പക്ഷെ ഈശോയുടെ വാക്ക് തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ ശ്ലീഹ. എന്തിനാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്? വായിക്കാമോ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഇതാണ് ജീസസിന്റെ ബയോഗ്രഫി. എന്റെ അപ്പന്റെ ഇഷ്ടം ഒരു നിമിഷം പോലും പ്രിയപ്പെട്ടവരെ അവന്റെ ഇഷ്ടം അവൻ നിറവേറ്റിയില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കുരിശിൽ മരിച്ചപ്പോ, അവസാന നിമിഷത്തിൽ അവൻ മരിച്ചപ്പോ ഈ തിരശീല കീറി. അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരിക്കൽ പ്രവേശിച്ചത് വഴി നമുക്ക് ഇപ്പോ നമ്മുടെ ഈ സോളിഷ് ക്യാരക്ടറിൽ നിന്ന്, ഈ വൈകാരിക ലോകത്ത് നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവം ഇറങ്ങി വരുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് അവകാശമുള്ളവരാണ് നമ്മൾ. വലുതരം ഹല്ലേലൂയാ. അവൻ നേടിത്തന്ന അവകാശമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ദിസ് ഈസ് സ്പിരിച്വാലിറ്റി. ഇതാണ് ആത്മീയ മനുഷ്യൻ.
ഇതാണ് ആത്മീയ മനുഷ്യൻ. അതുകൊണ്ടാണ് സങ്കീർത്തനം 16-11 തിരുവചനത്തിൽ പറയുന്നത്, ദൈവമേ, ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച ഒരു ദൈവ പൈതലിൻ്റെ മനോവ്യാപാരം, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച ഈ ദൈവ പൈതലിൻ്റെ മനോവ്യാപാരം. സങ്കീർത്തനം 16-11 വാക്യം വായിക്കാമോ? അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം കേൾക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ നമ്മൾ ഈ ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ ഹിതം, നമ്മുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ, ഈ സ്റ്റബേൺ ക്യാരക്ടർ, ഈ മർക്കടമുഷ്ടി, ഈ പിടിവാശി, ഈ പ്രതികാര ചിന്ത, ഈ കോപിക്കുന്ന സ്വഭാവം, ഇതാണ് ഈ തിരശീല. ഇത് കീറിയാൽ, ഇത് നീ പരിശോധിച്ച് ഈ ഹൃദയത്തെ നീ വെളിപ്പെടുത്തി അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഈ തിരശീല ഒന്ന് കീറിയാൽ അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണത. ഈ ആനന്ദം അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഈ മർക്കടമുഷ്ടി നമ്മൾ കളയാത്തത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്, പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത് കുറേ പാട്ടുപാടി പ്രാർത്ഥിച്ച് ഞായറാഴ്ച മാത്രം കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ തോന്നുന്ന പോലെ ജീവിക്കുന്നതല്ല. എല്ലാ ദിവസവും നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത്. ഇതാണ് സ്പിരിച്വാലിറ്റി. ഇല്ല എങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? മരിച്ചു ചെന്ന് കഴിയുമ്പോൾ പറയും, സത്യമായിട്ട് ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറയും. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരും. ഇത് കുറേ അച്ഛന്മാർക്കോ കുറേ സിസ്റ്റേഴ്സിനോ കുറേ അൽമാർക്കോ പ്രേക്ഷിതർക്കോ വേണ്ടി മാത്രം പറഞ്ഞതല്ല. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദിസ് ഇസ് കോൾഡ് ഡിസൈപ്പിൾഷിപ്പ്. ഇതാണ് ശിഷ്യത്വം. ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള വിളിയാണ്. ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള വിളിയാണ്. തന്നെ പരിത്യജിക്കുക, സെൽഫ് ഡിനയൽ. ഈ വില്ലുണ്ടല്ലോ, ഈ സ്റ്റബേൺ വിൽ, ഈ സെൽഫിഷ് വിൽ, നിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റി പോകുന്ന, നിന്നെ ഒന്ന് ഞോണ്ടിയാൽ, നിന്നെ ഒരു വഴക്ക് കേട്ടാൽ, ഒരു പ്രശ്നമുണ്ടായാൽ പിന്നെ ഇരുന്ന് ഓങ്ങിക്കൊണ്ടിരിക്കുന്ന, തകർന്നു പോകുന്ന ഈ അവസ്ഥ ഉണ്ടല്ലോ, ഇതിന്റെ അർത്ഥം ഈ ഈഗോ, ഈ തിരശീല, ഇത് കീറണം. ഇത് കീറിയാലേ ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അവിടെ മാത്രമേ ദൈവ സാന്നിധ്യമുള്ളൂ. കെരൂബുകളുടെ മധ്യേ ദൈവം ഇറങ്ങി വരുന്നത്, ആത്മീയായ ദൈവം, മഴമേഘങ്ങൾ ഇറങ്ങി വരുന്ന ദൈവം. ഈ ദൈവം അതിവിശുദ്ധ സ്ഥലത്തേ ഉള്ളൂ. കരുതരുത് അവൻ വിശുദ്ധ സ്ഥലത്തുണ്ടെന്ന്. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കണം. അതിനാണ് ഈശോ തൻ്റെ ശരീരം ബലിയായി തന്നത്. അവൻ ഈ ശരീരം എന്നേക്കുമായി പിതാവിന് അടിമ വെച്ചു. ഇത് നാണംകടലാണ്. പറ്റില്ല, പറയാനേ പറ്റൂ. നമ്മുടെയൊക്കെ നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഒരു ഈഗോ ഉണ്ട്, സൽപ്പേരുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഒന്ന് ചെളിവാരി എറിഞ്ഞാലുണ്ടല്ലോ, തീർന്നു നമ്മുടെ ജീവിതം. അതോടെ തീർന്നു നമ്മുടെ ജീവിതം. അതുകൊണ്ടെല്ലാം ഇങ്ങനെ ഒളിച്ചും മറച്ചും തെളിച്ചും ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് നമ്മുടേതായ രീതിയിൽ. ആരെങ്കിലും ഇതൊന്ന് പകഞ്ഞു മാറ്റി ചോദ്യം ചെയ്താൽ തീർന്നു. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ, ഞാനിത് കണ്ടെത്തിയിരിക്കുന്നു. ഈ തിരശീല ഇതാണ് ഒരിക്കൽ പോലും എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റാത്ത വിധം എന്നെ തകർത്ത് കളയുന്നത്. ഞാനൊരു ചതിയിലാണ്. ഞാൻ കരുതി കുറേ വികാരങ്ങളും വിചാരങ്ങളിലുമാണ് എൻ്റെ ആത്മീയതയെന്ന്. കുറേ പ്രാർത്ഥിച്ചാൽ ആത്മീയതയായിരുന്നു. നോ, എൻ്റെ ക്യാരക്ടർ ഇതുവരെ മാറുന്നില്ല. ഞാനിത് കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം തുളച്ചു കയറും, വേർതിരിക്കും. വിശ്വസിക്കണം, ഈ വചനം വിശദീകരിക്കും.